Hello dear students, welcome to Mathroad. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ സെക്കൻഡ് സെമസ്റ്ററിലെ കോഴ്സ് ആയിട്ടുള്ള ഇന്റഗ്രൽ കാൽക്കുലസിലെ എക്സസൈസിലെ പ്രോബ്ലംസ് ആണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ x into sin of 2x square dx. നോക്കൂ, ഇതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ x into sin of 2x square ആണ്. ഇവിടെ x ഒരു ഫംഗ്ഷൻ ആണ്, sin of 2x square വേറൊരു ഫംഗ്ഷൻ ആണ്. നമുക്ക് ഇങ്ങനത്തെ കേസിൽ എപ്പോഴും യൂസ് ചെയ്യാനുണ്ടാവുക, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും നോക്കാം. ആദ്യം നമ്മൾ ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. നമുക്ക് ഇതിനെ ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റൂല, കാരണം നമുക്ക് ഇവിടെ ഇൻറ്റു ഉണ്ട്. നമുക്ക് രണ്ട് ടേമിന്റെ പ്രൊഡക്റ്റിന്റെ റൂൾ ഒന്നും നമുക്ക് പെട്ടെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റൂല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വർക്ക് ചെയ്യാൻ നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്തെങ്കിലും ഒരു ഇതിലേതെങ്കിലും ഒന്നിന് നമ്മൾ എന്ത് ചെയ്യാം, യൂന്ന് പുട്ട് ചെയ്യാം. പുട്ട് ചെയ്തിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന ആൻസർ ഇതിൽ തന്നെ ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയണേ, 2x square നമ്മൾ എന്ത് ചെയ്യാം, u എന്ന് പുട്ട് ചെയ്യാം. പുട്ട് u ഈക്വൽ ടു 2x square. നോക്കൂ, നമ്മൾ ഇതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കൂ എന്ന് പറയുമ്പോൾ അത് എക്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്ത് ചെയ്യാം, പുട്ട് ചെയ്ത് നമ്മൾ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ d/dx ഓഫ് u ഈക്വൽ ടു d/dx ഓഫ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതേപോലെ 2x square ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എന്ന് പറയുമ്പോൾ du/dx ഈക്വൽ ടു, നോക്കൂ 2x square ഡെറിവേറ്റീവ് എന്താണ്, 2 into x square. 2 കോൺസ്റ്റന്റ് ആണല്ലോ, 2 നെ പുറത്ത് വെച്ചു. x square ഡെറിവേറ്റീവ് 2x. അപ്പോൾ നോക്കൂ, ഇതിന് ആൻസർ എന്താ കിട്ടുക, 2 into 2x എന്ന് പറയുമ്പോൾ ആൻസർ 4x എന്ന് കിട്ടും. 4x. ഇപ്പൊ നോക്കൂ, നമുക്ക് ഇതിലെ x സൈൻ ഇവിടെ നോക്കൂ, നമുക്ക് ഇവിടെ 2x square നമ്മൾ പുട്ട് ചെയ്തു. നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, 4x. 4xൽ x ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒരു x ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് നമ്മൾ പുട്ട് ചെയ്തതിന് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസറിൽ ഒരു ടേമെങ്കിലും എന്തിനുണ്ട്, ഇവിടെ ഉണ്ട്. അതായത് 4xൽ x ഇവിടെ ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 2x square നമ്മൾ പുട്ട് ചെയ്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് 4x കിട്ടി. അതിൽ x ഇവിടെ ഉണ്ട്. അപ്പൊ നോക്കൂ, ഇവിടെ x ഉണ്ടെങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടെ du ഉണ്ട്, dx ഉണ്ട്, 4 ഉണ്ട്, x ഉണ്ട്. ഇവിടെ x ഉണ്ട്, dx ഉണ്ട്. അപ്പൊ ഈ x dx ന് ഇതൊന്നൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. x dx ന് ഇതൊന്നൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ നോക്കൂ. ഈ x നെ നമ്മൾ ഇവിടെ വെക്കുക. പിന്നെ ഈ dx നെ അങ്ങോട്ടേക്ക് നോക്കൂ, ഡിവൈഡഡ് ബൈ dx ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും, ഇൻറ്റു dx എന്നാവും. അപ്പൊ x dx അവിടെ വന്നു. നോക്കൂ, ഈ 4 നമുക്ക് വേണ്ടല്ലോ, 4 ഇങ്ങോട്ടേക്ക്, 4 ഇൻറ്റു x എന്നല്ലേ, ഇൻറ്റു 4 ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യുക. അപ്പൊ മേലെ d ഉണ്ട്, ഇൻറ്റു 4 താഴെ വരുമ്പോൾ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 4 ആവും. അപ്പൊ നോക്കൂ, x dx ഇവിടുത്തെ x dx നമുക്ക് എങ്ങനെ എഴുതാം, du/4 എന്ന് എഴുതാം. ഇനി നോക്കൂ, നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ പുട്ട് ചെയ്ത സാധനങ്ങളെല്ലാം കൊടുക്കുക. എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ഇന്റഗ്രൽ x sin of 2x square dx ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കൂ, ഇന്റഗ്രൽ നോക്കൂ, ഇവിടെ സൈൻ എഴുതുക. നോക്കൂ, 2x square നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, u എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2x square പറയും u എന്നായി. നോക്കൂ, ഇനി ബാക്കി അവിടെ എന്താ ഉള്ളത്, ഇത് നമ്മൾ എഴുതി. ഇനി x dx ബാക്കിയുണ്ട്. നോക്കൂ, x dx നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. എന്താണ്, x dx ന് du/4 ആണ്. അപ്പൊ അത് അവിടെ കൊടുക്കാം, du/4. ഇനി നോക്കൂ, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിവിടെ 1/4 അല്ലേ, നമുക്ക് 1/4 പുറത്തേക്ക് വെക്കാം. ഇന്റഗ്രൽ sin u du എന്നായി. നോക്കൂ, സൈൻ ഫംഗ്ഷനെ യുവിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. സൈൻ ഇന്റഗ്രൽ നമുക്ക് ആൻസർ എന്താ, മൈനസ് കോസ് യു. മൈനസ് കോസ് യു, സൈൻ യുവിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് യു. ഇത്ര ചെയ്യാനുള്ളൂ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ശരിക്കും ഇൻറ്റു എന്നാണ്. നമുക്ക് 1 ഇവിടെ മൈനസ് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ മൈനസ് 1/4 ഇൻറ്റു കോസ്. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ലാസ്റ്റ് യുവിന് നമ്മൾ വാല്യൂ തിരിച്ചു കൊടുക്കാം. യുവിന്റെ വാല്യൂ എന്താണ്, യുവിന്റെ വാല്യൂ 2x square നമ്മൾ അവിടെ കൊടുക്കാം. യുവിന്റെ വാല്യൂ 2x square നമ്മൾ ഇവിടെ കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ, -1/4 cos 2x square.